പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു. ഇന്ന് ത്രിമൂർത്തി സ്വരൂപമായ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര സ്വരൂപങ്ങളെയും ശക്തികളെയും മനുഷ്യ കുലം എന്നുള്ള രീതിയിലും ശരീരമെന്ന രഹസ്യം എന്നുള്ള രീതിയിലുമുള്ള വരികളാണ് പറയുന്നത്. മൂലമന്ത്രാത്മിക മൂലകൂടത്രയ കളേബര. മൂല അല്ലെങ്കിൽ മൂലം. മൂല എന്നാൽ കോർണർ എന്നുള്ള അർത്ഥമല്ല. നമ്മൾ എപ്പോഴും പറയാറുണ്ട് കന്നിമൂല, ചിത്രമൂല. മൂല എന്ന് വെച്ചാൽ കോർണർ എന്നുള്ളതല്ല, അതൊരു എനർജി സോഴ്സ്, എനർജി പോയിന്റ് എന്നുള്ളതാണ്. മറ്റൊരർത്ഥം മൂലം എന്നാൽ കാരണം, കാരണമാക്കപ്പെടുന്നതെന്തോ അത്. അതുപോലെ സ്ഥാനം, ഇരിപ്പിടം എന്നുള്ളൊരർത്ഥവും കൂടെ ഇവിടെ പറയാം. ശക്തികളുടെ എല്ലാം ഏകമായ ഇരിപ്പിടം, നമ്മളുടെ സത്തയുടെ ഇരിപ്പിടം. അങ്ങനെയുള്ള സത്തയായി, എനർജി സോഴ്സായി അമ്മ ഇവിടെ മാറുകയാണ്. അതുകൊണ്ടാണ് മൂല മന്ത്രാത്മിക. മന്ത്രം എന്നാൽ നമുക്കറിയാം മനനാത്രായതേ ഇതി മന്ത്ര. അപ്പോ മനസ്സും ആയി മാറുന്നു ഇവിടെ. അപ്പൊ ദേവി ഇസ് ദ മൈൻഡ്. അമ്മ മൈൻഡുമാണ്, ഒരു ഡിവൈൻ റീസണുമായി മാറുന്നു, കാരണവുമാകുന്നു, മനസ്സുമായി മാറുന്നു. മൂലാധാര കൂടം അല്ലെങ്കിൽ മൂലകൂടത്രയം. ആധാരം എന്നാൽ നമുക്കറിയാം എന്താണ്, ഒരു ഫൗണ്ടേഷൻ, ബേസ്മെന്റ്. എന്നാൽ ധാര എന്നാൽ എന്താണ്, ഫ്ലോ അല്ലേ? നമുക്ക് ശിവലിംഗത്തിലേക്ക് ശിവഭഗവാന് ധാര എന്ന് പറയും. അതായത് ഒരു ഫ്ലോ ഓഫ് എനർജി. ഇത് രണ്ടും ചേർന്നതാണ് മൂലാധാരം. അപ്പോ ഈ മൂലാധാരത്തിൽ ത്രയ, മൂന്ന് ഭാവങ്ങൾ, മൂന്ന് ശക്തിത്രയങ്ങളായിട്ടാണ് ഇവിടെ സംഹരിക്കുന്നത്. എങ്ങനെയാണ്? സൃഷ്ടി, സ്ഥിതി, സംഹാരം. നമുക്കറിയാം, നമ്മൾ മുൻപും പറയാറുള്ളതാണ്. എന്നാൽ ഇവിടെ അമ്മയുടേതായ ശക്തി എവിടെയാണ്? ആ ചേർപ്പിക്കുന്നത് അമ്മ സാന്ത്വനിപ്പിക്കുന്നു, അമ്മ പുനരുജ്ജീവനം നൽകുന്നു. എന്തിനെ? നമ്മളുടെ ഉള്ളിയെ, ഈ ശക്തിയെ, ഉള്ളിലുള്ള ശക്തികളെ എല്ലാം ചേർത്ത് വെച്ചാണ് അമ്മ സാന്ത്വനപ്പെടുത്തുന്നതും ഏകീകരിക്കുന്നതും ശക്തിപ്പെടുത്തുന്നതും പുനരുജ്ജീവനം നൽകുന്നതും. എന്തിനാണത്? കളേബര. അതാണ് കളേബര. നമ്മൾ പാട്ടിൽ പറയാറുണ്ട് ചന്ദന ചർച്ചിത നീല കളേബരം. ഭഗവത്ഗീതയിലെ ഒരു പ്രധാനപ്പെട്ട വരിയുമാണ് അന്ധകാലേജ മാമേവ സ്മരൻ മുക്ത്വാ കളേവരം. അപ്പൊ കളേവര എന്നുള്ളത് ഒരു ഫിസിക്കൽ ഫോം, നമ്മളുടെ ശരീരത്തെ കുറിച്ചാണ് പറയുന്നത്. മോർട്ടൽ ബോഡി. പ്രധാനപ്പെട്ട വാക്ക് ശവശരീരം എന്നുകൂടിയാണ്. അതായത് ഈ കളേവരം എന്നുള്ള ഈ ശവമാകാൻ പോകുന്ന ഈ ശരീരത്തിനെ ശക്തി നൽകി അമ്മ ശിവമാക്കുന്നു. മനസ്സിലായി? അതായത് ശവമാകാൻ എന്നും തയ്യാറായിട്ടുള്ള ഈ ശരീരത്തിനെ ശക്തി നൽകി അമ്മ ശിവമായി മാറ്റുന്നു. അതാണ് ഈ വരി. കുലാമൃതേക രസിക കുലസങ്കേതപാലിനി. കുല എന്നാൽ കുലം എന്നും എടുക്കാം, കൗളാചാരം എന്നുള്ള അർത്ഥവും പറയാറുണ്ട്. ഇവിടെ നമുക്ക് കുലം, മനുഷ്യകുലം എന്നുള്ള അർത്ഥത്തിൽ സംസാരിക്കാം. അപ്പോ മനുഷ്യകുലം അല്ലെങ്കിൽ ശക്തികുലം, അതാണ് കളേബരം. ആ കളേബരത്തിൽ, ഈ കുലത്തിൽ, ഈ മനുഷ്യകുലത്തിൽ മൃത്യുവിനെ ഭയമില്ലാതെ നുണഞ്ഞ് രസിക്കുന്ന മനസ്സും ശക്തിയുമായി മാറുന്നു അമ്മ. മൃത്യുവിനെ മനസ്സിലാക്കാനും ആ മാധുര്യത്തെ നുണയാനും അമ്മ നമ്മളിലേക്ക് ശക്തി തരുന്നു, ഭയത്തോടുകൂടിയല്ല. അപ്പോ ആ സങ്കേതം എവിടെയാണ്? ഈ ശരീരമാണ്. സങ്കേതം എന്നാൽ എപ്പോഴും ഒരു നിഗൂഢതകൾ നിറഞ്ഞതായിരിക്കും. ഈ ശരീരം അങ്ങനല്ലേ? എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, നമുക്ക് തന്നെ മുഴുവനും അറിയില്ല. ആ സങ്കേതത്തെ പരിപാലിപ്പിക്കുന്നതാരോ അതമ്മ. അതുകൊണ്ടാണ് പാലിനി. പാലിക്കുന്നവളുമാണ്
പരിപാലിക്കുന്നവളുമാണ്. പാലിക്കുക എന്നാൽ ശരീരം എന്താണോ ആ ശരീരത്തിന്റെ നിഷ്ഠകളും ചിട്ടകളെയും നമ്മളെ പഠിപ്പിക്കും. അതാണ് പാലിക്കുക, അനുസരിക്കുക എന്നുള്ള രീതിയിൽ. എന്നാലേ ഈ ജാഗ്രത അവസ്ഥയിലേക്ക് കുണ്ടലിനി യാത്ര ഉണ്ടാവുകയുള്ളൂ. എന്നാൽ അത് നമുക്കറിയില്ലെങ്കിൽ അമ്മ എന്ത് ചെയ്യും? പാലനം ചെയ്യും. നമ്മളെ പഠിപ്പിക്കും. അത് പഠിപ്പിച്ചിട്ട് അമ്മ സാന്ത്വനപ്പെടുത്തി പുനരുജ്ജീവനം നൽകും. അതാണ് വരികൾ. മൂലമന്ത്രാത്മിക മൂലകൂടത്രയ കളേബര കുലാമൃതേക രസിക കുലസങ്കേതപാലിനി. ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.